ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ മരിച്ചിനി എന്നറിയപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഒരുപാട് പേരുകളാണ് ഇതിനുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ മരിച്ചിനിയാണിത്. ഞങ്ങളൊക്കെ ഇതിന് മരിച്ചിനി എന്നാണ് പറയുന്നത്. പിന്നെ കപ്പ എന്ന് പറയുന്നവരുണ്ട്, ചീനി എന്ന് പറയുന്നവരുണ്ട്, ചീനിക്കിഴങ്ങ്, അങ്ങനെ ഒരുപാട് പേരാണ് നമ്മുടെ ഈ ഒരു ഭക്ഷണ സാധനത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ മരിച്ചിനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മരിച്ചിനി വെച്ചുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പണ്ടൊക്കെ വീട്ടിൽ മരിച്ചിനി വയ്ക്കുമ്പോൾ മരിച്ചിനി വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഈ മരിച്ചിനി വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു പരിപാടിയാണ് ഇന്ന് ഞങ്ങളിവിടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മരിച്ചിനി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ മരിച്ചിനി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മരിച്ചിനിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് ഒരുപാട് കട്ടിയാവാൻ പാടില്ല അരിയുന്നത്. ഒരു നല്ല ചെറുതായിട്ട് തന്നെയാണ് ഇത് അരിയേണ്ടത്. കാരണം പെട്ടെന്ന് വേവണം. നമ്മൾ ഈ സാധാരണ കപ്പ പുഴുങ്ങുന്നത് പോലെയല്ല, നമ്മൾ വീട്ടിൽ മരിച്ചിനി വെച്ച് കറി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനുള്ളത്. അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല പോലെ കഴുകണം. നമ്മളെ ഈ കപ്പയുടെ മണ്ണിൻ്റെ അംശമൊക്കെ അതിൽ നിന്ന് മാറണം. ഈ കപ്പയുടെ ഒരു കറ ഉണ്ടല്ലോ, മരിച്ചിനിയുടെ ഒരു കറ, അതെല്ലാം പോകണം. അപ്പം ഒരു 4-5 വെള്ളത്തിലെങ്കിലും മാറ്റി നമുക്കത് കഴുകിയെടുക്കണം. എങ്കിലേ അതിലെ ആ ഒരു മരിച്ചിനിയുടെ ഒരു കറ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഒരു 5 വെള്ളത്തിന് പുറത്ത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മൺചട്ടിയിലാണ് ഇത് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 2 കിലോ മരിച്ചിനിയാണ് എടുത്തിട്ടുള്ളത്. ആ 2 കിലോ മരിച്ചിനി വേവുന്ന ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ കഴുകിയെടുത്ത മരിച്ചിനി മൊത്തം ആ മൺചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിറകടുപ്പിൽ ആണ് പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മരിച്ചിനി ആവശ്യത്തിനുള്ള മരിച്ചിനി എടുത്തിട്ടുണ്ട്. 2 കിലോ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ 2 കിലോയ്ക്ക് വേവുന്ന ഒരു മൺചട്ടിയിൽ വെള്ളം ഒഴിച്ച് മരിച്ചിനിയും കൂടെ ഇട്ട് നമ്മൾ വിറകടുപ്പിൽ വെച്ച് വേവിക്കുകയാണ്.
അപ്പം നമ്മുടെ മരിച്ചിനി നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ആ വെള്ളം ഊറ്റി കളയണം. ആദ്യത്തെ പ്രാവശ്യം ഊറ്റി കളഞ്ഞ് വെള്ളം മാറ്റിയിട്ട് ഒന്നും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമ്മളത് തിളയ്ക്കുന്നത് വരെ അടുപ്പിൽ വയ്ക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊഴുപ്പ് മാറാനായിട്ടാണ് മരിച്ചിനിയുടെ. അപ്പം 2 വെള്ളത്തിലാണ് നമ്മളിപ്പോൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇനി അടുത്തത് ആ വെന്ത മരിച്ചിനി ഊറ്റുന്ന ഒരു പരിപാടിയിലോട്ടാണ് പോണത്. ഇപ്പോൾ വെന്ത മരിച്ചിനി നമ്മൾ ഇതേപോലെ അടപ്പ് വെച്ച് ഊറ്റിയെടുക്കണം വെള്ളം ഫുള്ള്. അപ്പോൾ നമ്മുടെ മരിച്ചിനി നല്ലപോലെ വെന്ത് അതിനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചേർക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് നല്ല കാന്താരി മുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല കാന്താരി മുളക് കുറച്ച് വേണം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും നമുക്ക് കുറച്ച് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് എടുത്ത് മിക്സിയിലിട്ട് ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആവരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും ആവശ്യത്തിന് എടുക്കുക. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അടിച്ച് പേസ്റ്റ് ആക്കിയാൽ കൊള്ളത്തില്ല. ഒറ്റ അടി ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പം കാന്താരി മുളകും ചെറിയ ഉള്ളി ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഒരു വലിയ ചട്ടി എടുക്കണം. ചട്ടിയുള്ളവർ ചട്ടി എടുക്കുക. നമ്മളിപ്പോൾ മൺചട്ടിയാണ് എടുക്കുന്നത്. ഒരു വലിയ പാത്രം എടുത്താലും മതി. ആ ചട്ടിയിൽ നമ്മൾ വേവിച്ച മരിച്ചിനി മൊത്തം മാറ്റുകയാണ്. ഇപ്പം നമ്മൾ മരിച്ചിനി മൊത്തം തട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നല്ല ചതച്ച് വെച്ച കാന്താരി മുളകും ചെറിയ ഉള്ളിയും രണ്ടും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇതിന് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ വേവിക്കുന്ന സമയത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ശകലം മതി. കാരണം ചെറിയൊരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒഴിക്കരുത്. നമ്മളിപ്പോൾ ഒരു 3 സ്പൂണ് ചെറിയ 3 സ്പൂണിലാണ് ഒഴിക്കുന്നത്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട തൈരാണ്. അപ്പോൾ ഈ കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ ഇത്ര നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ല കട്ട തൈര്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, തൈര് മാത്രമാണ്. അത് നമ്മുടെ മരിച്ചിനിയുടെ ഇതനുസരിച്ചാണ് നമുക്ക് എത്ര വേണോ ചേർക്കാം. കാരണം നല്ല കുഴഞ്ഞ പരുവത്തിൽ വരണം ഈ തൈര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ രീതിയിൽ ആ തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഈ കാണുന്ന ഒരു സ്പൂണിൽ ഒരു 4-5 സ്പൂണ് ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടണം. വേവിക്കാൻ നേരം നമ്മൾ ഇട്ടിട്ടുണ്ട് ഉപ്പ്. പക്ഷേ അത് തൈര് ഒഴിക്കുമ്പം കുറച്ചും കൂടെ വേണ്ടി വരും. നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. പാൽക്കപ്പ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലൊരു സാധനമാണിത്. ഇത് തൈര് കപ്പ. അപ്പം പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് തൈര് കപ്പ. മരിച്ചിനിയിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണമാണിത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം.
വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ ഈ ഞങ്ങളിപ്പോൾ ഒന്ന് ഉണ്ടാക്കി പരിചയപ്പെടുത്തുന്ന ഈ ഫുഡ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.